പാർശ്വവൽകൃതരായ കർഷക സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തുന്നതിനായും പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതങ്ങൾക്കെതിരെയുള്ള സാമൂഹിക പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായും ലക്ഷ്യമിട്ട് ഗ്രാമീണ സംരംഭകത്വ വികാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് HDFC ബാങ്കിന്റെ കോർപ്പറേറ്റ് സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയുടെ കീഴിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി, വയനാട് ജില്ലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതി. ഇടുക്കി, വയനാട് ജില്ലകളിലെ 10 വീതം ഗ്രാമങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രദേശത്തെ കർഷകരുടെ വരുമാന മാർഗങ്ങൾ വൈവിധ്യവൽക്കരിച്ച് കർഷക സമൂഹത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക, അനുഗുണമായ കാർഷിക വൃത്തിയിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക, അവരുടെ കാർഷികവും കാർഷികേതരവുമായ വരുമാന സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും അതുവഴി ദുരന്ത ഭീഷണികൾക്കെതിരെയുള്ള അവരുടെ പ്രതിരോധത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കാർഷിക സഹകരണ സംഘങ്ങളുടെ അഭാവം പ്രകൃതി വിഭവങ്ങളുടെ വിനിയോഗ സംബന്ധിയായും വിനാശകരമായ കാലാവസ്ഥാ മാറ്റങ്ങളോടുള്ള പ്രാദേശിക പ്രതിരോധ സംബന്ധിയായുമുള്ള സംയോജിത പ്രവർത്തനങ്ങളുടെ അഭാവം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ശുചിത്വവുമായി ബന്ധപ്പെട്ടുമുള്ള പിന്നോക്കാവസ്ഥ, തൊഴിൽ നൈപുണികളുടെയും ശേഷികളുടെയും വികാസത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നതായി പ്രാഥമിക അവലോകനത്തിൽ കണ്ടെത്തുകയുണ്ടായി. പരിവർത്തന സമഗ്ര ഗ്രാമവികസന പദ്ധതിയിലൂടെ ഈ വിഷയങ്ങളിൽ ഗുണകരമായ ഇടപെടലുകളും മാറ്റങ്ങളും ലക്ഷ്യമിടുന്നു. ജീവിതോപാധികളുടെ പരിഷ്കരണം, തൊഴിൽ നൈപുണ്യ വികസനം, കാർഷികാധിഷ്ഠിത സംരംഭകത്വ വികസനവും വരുമാന വർധനവും, അടിസ്ഥാന സൗകര്യ വികസനം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയും പ്രകൃതി വിഭവങ്ങളുടെ മാനേജ്മെന്റ് എന്ന മേഖലയിൽ 20 പരിവർത്തൻ ഗ്രാമങ്ങളിലായി 200 സൗരോർജ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയുണ്ടായി. പദ്ധതി ജില്ലകളിലെ പൊതുയിടങ്ങളിലും സ്കൂളുകളിലും 3000 പഴവർഗ തണൽ മരങ്ങൾ നടുകയുണ്ടായി. കർഷകരുടേതായിട്ടുള്ള 150 ഏക്കർ കൃഷിഭൂമി നനയ്ക്കുന്നതിനായി 12 കുളങ്ങൾ പുനർനിർമ്മിച്ചു. 20 പരിവർത്തൻ ഗ്രാമങ്ങളിലുമായി ആകെ 100 കർഷകർക്ക് ഉപയോഗ്യമായ 10 സെന്റ് വീതമുള്ള കൃഷിത്തോട്ടങ്ങൾ തുള്ളിനന സംവിധാനത്തോടെ നിർമ്മിച്ചു. രണ്ട് കർഷക ഗ്രൂപ്പുകളിലായി 18 കർഷകരെ പരിശീലിപ്പിച്ച് ബയോ ഇൻപുട്ട് യൂണിറ്റ് സ്ഥാപിക്കുകയുണ്ടായി. ഇടുക്കിയിൽ നിന്ന് 1, വയനാട്ടിൽ നിന്ന് 2 ഗ്രൂപ്പുകളിലായി ആകെ 3 ഗ്രൂപ്പുകൾ നഴ്സറി മാനേജ്മെന്റ് രംഗത്ത് പരിശീലനം നൽകുകയും പച്ചക്കറി തൈകളും കാപ്പി, കവുങ്ങ്, കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ് തുടങ്ങിയതിലൂടെ നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പിന്നെ കൂടുതലും വയനാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന കുരുമുളക് ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതും വളരെ സന്തോഷമാണ്. ഇതുകൂടാതെ ഞങ്ങൾ അടുക്കളത്തോട്ട യൂണിറ്റുകളിലേക്ക് പച്ചക്കറി തൈകളും ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതും ഓരോ സീസൺ അനുസരിച്ച്. അപ്പം ഇത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രാഥമിക സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കുകയാണുണ്ടായത്. മുള കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന 8 പേരടങ്ങുന്ന ഒരു യൂണിറ്റ് ഇടുക്കി ജില്ലയിൽ ആരംഭിക്കുകയുണ്ടായി. കാലിത്തീറ്റ, തീറ്റപ്പുൽ കൃഷി മേഖലയിൽ 100 കർഷകർക്ക് പരിശീലനം നൽകി. പോഷണ ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി 1500 പോഷണത്തോട്ടങ്ങൾ നിലനിർത്തി പോരുന്നു. കർഷകർക്ക് തേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുകയും തേനീച്ച വളർത്തൽ ആരംഭിക്കുകയും ചെയ്തു. HDFC ബാങ്കിൻ്റെ പരിവർത്തൻ പദ്ധതിയിലൂടെ ലഭിച്ച തേനീച്ച ഈ നാടിനും ഈ നാട്ടാർക്കും വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ കൃഷി പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ശുദ്ധമായ തേൻ ലഭിക്കുന്നതിനും നമുക്ക് ഇതുമൂലം സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ HDFC പരിവർത്തനം പദ്ധതിയുടെ ഭാഗമായി സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ബെയിലിംഗ് മെഷീനും അതുപോലെ തന്നെ ലിഫ്റ്റും സേഫ്റ്റി മെറ്റീരിയൽസും വിതരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും സഹായം എന്ന രീതിയിലാണ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ബെയിലിംഗ് മെഷീൻ വഴി നമുക്കിവിടുത്തെ ലെഗസി വേസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഈ ലെഗസി വേസ്റ്റുകൾ സാധാരണ മറ്റു പഞ്ചായത്തുകളിലൊക്കെ കൂടുതലായി വരുമ്പോൾ അവർ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. പക്ഷേ ഇവിടെ നേരെ മറിച്ച് ഇങ്ങനെ ബെയിലിംഗ് മെഷീൻ വഴി നിരവധിയായ ഓരോ കെട്ടുകളായി ബൈൻഡ് ചെയ്തെടുക്കുന്നത് മൂലം നമുക്ക് ഇങ്ങോട്ട് പൈസ ലഭിക്കുകയും അത് ഹരിതകർമ്മസേനകൾക്ക് ഒരു വരുമാന മാർഗമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്.
മാലിന്യ സംസ്കരണ പദ്ധതികൾ, ക്ഷീരോത്പാദനം, കോഴി വളർത്തൽ, അസോള വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുകയും യൂണിറ്റുകൾ ആരംഭിച്ച് ലാഭകരമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. HDFC ബാങ്കിൻ്റെ പരിവർത്തൻ പദ്ധതിയുടെ ഭാഗമായി ഈ പ്രദേശത്തെ ഒരു 10 കർഷകർക്ക് അസോള കൃഷിയുടെ ഒരു സഹായം ഈ പ്രദേശത്ത് നൽകി വരികയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കോഴി വളർത്തലായാലും പശു വളർത്തലായാലും പകുതി ഒരു ചെലവ് ഇതിന്ന് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെലവ് പകുതി ഇതിന്ന് വരുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള തീറ്റേൻ്റെ ഒരു ചെലവ് പകുതിയായിട്ട് കുറയുകയാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്. 22 പരിശീലന പരിപാടിയിലൂടെ 585 കർഷകർ ജൈവവളങ്ങളുടെ നിർമ്മാണത്തിലും മണ്ണ് പരിപാലനത്തിലും വൈദഗ്ധ്യം നേടി. 230 കർഷകർക്ക് ചെറുകിട ധാന്യമില്ല് മോട്ടോറുകൾ, പമ്പുകൾ, മറ്റ് കാർഷിക ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുകയുണ്ടായി. 3 കിലോമീറ്റർ വിട്ടാണ് ഒരു മില്ലുള്ളത്. ആ മില്ലിലേക്ക് കൊണ്ടുപോകുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കണക്കിലെടുത്ത് ഈ ബാങ്ക് നമുക്ക് HDFC ബാങ്കിൻ്റെ ധനസഹായത്തോടു കൂടി ഇത് അനുവദിച്ച് കിട്ടിയതും എല്ലാം വളരെ ഗുണപ്രദമായിട്ടാണ്, ഇവർക്കെല്ലാം പ്രയോജനകരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രധാനമായും ശ്രദ്ധ കൊടുത്തത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷി പ്രോത്സാഹനവും വിപണന മൂല്യ ശൃംഖല മെച്ചപ്പെടുത്തുക എന്നതാണ്. ഇടുക്കിയിലും വയനാട്ടിലുമുള്ള കർഷകർക്കായി IASR തേവം പന്നിയൂർ ഇനത്തിൽപ്പെട്ട 10,000 കുരുമുളക് തൈകളും 350 ജാതിയുടെ ബഡ് തൈകളും വിതരണം ചെയ്യുകയുണ്ടായി. 120 കർഷകർക്ക് ഇഞ്ചി, മഞ്ഞൾ കൃഷിക്കുള്ള പ്രോത്സാഹനവും കൂടാതെ 6 പ്രാഥമിക സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കുകയുണ്ടായി. സ്മാർട്ട് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി 20 സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി 11 സ്കൂളുകൾക്ക് ഓരോ സ്മാർട്ട് ക്ലാസ് റൂമും, 16 സ്കൂളുകൾക്ക് സയൻസ് ലാബും, പ്രൈമറി സ്കൂളിന് 6 ആക്ടിവിറ്റി കോർണർ, 20 സ്കൂളുകൾക്ക് ലൈബ്രറി എന്നിവ ലഭ്യമാക്കി. കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും നൽകുക വഴിയും ചുവരുകൾ ചിത്രാലങ്കൃതമാക്കുക വഴിയും ഈ പദ്ധതിക്ക് കീഴിൽ 40 അംഗൻവാടികൾ പുനരുദ്ധരിക്കപ്പെട്ടു. തികഞ്ഞ പങ്കാളിത്തത്തോടെ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ട മേഖലകളിൽ നടപ്പിലാക്കപ്പെടുന്നു. ജീവനോപാധികളും തൊഴിൽ നൈപുണ്യവും ശാസ്ത്രീയമായി പരിഷ്കരിക്കപ്പെടുകയും പശ്ചാത്തല സൗകര്യങ്ങളും ആസൂത്രണ നിർവഹണോപാധികളും ശരിയായി സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു.